ഈ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 70,000 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. തള്ളവരുടെ കുത്തിയിട്ട് റസൂലുള്ളാഹ് ആ മയ്യത്തിന്റെ പുറകെ നടന്നു. എന്താ തിരുദൂതരെ വെള്ളതാട് കുത്താത്തത്? മലക്കുകളെ തിക്കും തിരക്കും കൂട്ടുകയാണ്. 70,000 മലക്കുകളുടെ ഇടയിൽ എനിക്ക് വിരൽ കുത്താൻ കഴിയുന്നില്ല. കൊതിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇങ്ങനെ പറഞ്ഞ മനുഷ്യൻ 70,000 മലക്കുകളെ കൈകെട്ട് നിസ്കരിച്ചു. അല്ലാഹുവേ നീവന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ അർശ് വിറച്ചു, സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു. ആ മനുഷ്യനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ കബറിലോട്ട് എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ ഫഖദൽ വമ്മത വമ്മതൻ. ആ കബർ സഅദ് ഇബ്നു മുആദിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഫഖദൽ വമ്മത വമ്മതൻ. ഈ സഅദിനെ കബറൊന്ന് കെട്ടിപ്പിടിച്ചു. സുമ്മ ഫുരിയാനു, പിന്നീട് വിട്ടുകളഞ്ഞു. ഈ മനുഷ്യനെ കബറിൽ വെക്കുമ്പോ ആരാണ് അർശ് വിറച്ചു പോയ മനുഷ്യൻ? 70,000 മലക്കുകൾ മയ്യത്ത് നിസ്കരിച്ച മനുഷ്യൻ, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കബറിലൊന്ന് വെച്ചപ്പോ ആ കബറൊട്ടെ ഞെരുക്കമങ്ങനെ ഞെരുക്കി കളഞ്ഞു. ആദ്യത്തെ പൊടിയുന്ന ശബ്ദം എന്റെ ചെവിയിൽ ഞാൻ കേട്ടു. പിന്നെ വിട്ടു കളഞ്ഞു. ഏതൊരുത്തനെ കബറിൽ വെച്ചാലും അവൻ ആരുമായി കൊള്ളട്ടെ, അവൻ ഏത് ആരുമാകട്ടെ, ഏത് മനുഷ്യനാകട്ടെ, ഒരൊറ്റ പിടുത്തം പിടിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആ ദിവസത്തെ ഓർക്കണം. 3 സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, ദുനിയാവിലെ ബുദ്ധിമാനാകണോ? അവന്റെ അല്ലാഹുവിനെ പടച്ച തമ്പുരാനെ തൃപ്തിപ്പെടുത്തണം. പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച തമ്പുരാന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അല്ലാഹുവിനെ സന്തോഷത്തോടെ പോയി കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം? അല്ലാഹുവിന് നമ്മോട് തൃപ്തിയുണ്ട്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തട്ടെ. വേണോ വേണ്ടേ? ഉറപ്പാണല്ലോ. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യും. മനസ്സുകൊണ്ട് പറയും. ഒരു വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. ശഅബാനിന്റെ വിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. ആഖിറത്തിൽ 6 വിഭാഗം ആളുകളുണ്ട്. അവരാണ് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടാൽ 6 വിഭാഗം ആളുകളിൽ പറയാൻ സമയം പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ തൃപ്തിയോടെ കണ്ടുമുട്ടാൻ ഉമ്മാക്ക് തൃപ്തിയാണ്, വാപ്പാക്ക് തൃപ്തിയാണ്, കൂട്ടുകാർക്ക് നമ്മളെ കുറിച്ച് തൃപ്തിയാണ്, പ്രസംഗം കേട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് തൃപ്തിയാണ്. അതൃപ്തിയൊന്നുമില്ലല്ലോ. പക്ഷേ പടച്ചറപ്പിനോ അല്ലാഹു അവന് നമുക്ക് തൃപ്തി ഉണ്ടാവുകയും അല്ലാഹുവിനെ സന്തോഷത്തോടെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ സന്തോഷത്തോടെ കാണാൻ, പടച്ചറപ്പിനെ ഒന്ന് കാണാൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യൂ. ആരും ഒഴിവാകരുത്. ويطعمون الطعام على حبه مسكينا ويتيما واسيرا. അഹ്മദ് കബീറിന്റെ വാക്കല്ല. മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ സഹോദരങ്ങളെ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ എന്താ? രാജാവ് പറഞ്ഞു, പ്രജകളെല്ലാം രാജകൊട്ടാരത്തിൽ വാ, ആവശ്യമുള്ളത് എന്താണോ നിങ്ങൾക്ക് ഞാൻ തരാം. എല്ലാവരും വന്നു. രാജാവ് സ്വർണ്ണനാണയങ്ങൾ വാരി കൊടുത്തു.
वो मुसव्विर दुनिया के उसने मुस्तफा को देखकर सोचती है दुनिया वो मुसव्विर कैसा होगा जिसका ये तस्वीर है ഈ ദുനിയാവിൽ ഇത്രത്തോളം സൗന്ദര്യമുണ്ടെങ്കിൽ മൂന്നാറിൽ ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ ചിറാപുഞ്ചിക്ക് ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ പൊന്മുടിയുടെ മലനിരകൾക്ക് മഞ്ഞ് കണങ്ങളോട് പുൽനാമ്പുകൾ ആലിംഗനം ചെയ്യുമ്പോൾ പുൽനാമ്പുകളുടെ അഗ്രഭാഗത്ത് തത്തിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളിയുടെ സ്ഫടിക സമാനമായ കാഴ്ച കാണുമ്പോ ഈ ദുനിയാവിലെ ഇത്രയും സൗന്ദര്യത്തോടെ അവർക്ക് അള്ളാഹ്ക്കത്ര സൗന്ദര്യമുണ്ടാവും. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ, കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സഹോദരങ്ങളെ അത് കാണാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എന്റെ ഖുർആൻ പറയുകയാണ് അഗതികളായ അനാഥകളായ കണ്ണുനീരൊപ്പാലും മനുഷ്യൻ പോലും ഇല്ലാത്ത നമ്മളൊക്കെ വൃട്ടാനുബോധനം നടത്തി ശീലീകരിച്ച റൂമിൽ കിടക്കുമ്പോ ചോർന്നൊലിക്കുന്ന കുതിച്ചു കഴിയുന്ന മടയത്തിൽ ചോർന്നൊലിക്കുന്ന ചെറ്റപ്പലുകളെ നന്ദി വാങ്ങാൻ കഴിയാത്ത സഹോദരങ്ങളെ കടത്തിൽ നിന്ന് വിറക് കൊണ്ടുപോലെ വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ല, മക്കളെ പഠിപ്പിക്കാൻ ഗതിയില്ല, പെണ്ണന്മാരെ കെട്ടിക്കാൻ ഗതിയില്ല. പക്ഷേ അഭിമാനക്ഷതം വയസ്സിട്ടൊരു മനുഷ്യനോട് പറയാതെ അത്ര തേച്ച വെള്ളതുമ്പയും ഇട്ടിട്ട് തേച്ചുമടക്ക് വസ്ത്രം ഇട്ടിട്ട് നടക്കുന്ന ആരും അറിയാത്ത നമ്മുടെ മഹലിലെ സാധു സംരക്ഷണ സമിതിയുണ്ട്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട്. പക്ഷേ ആരും അറിയാത്ത മഹലിങ്ങൾക്ക് ആകെ ഒരു വെൽഫെയറുണ്ടായി കരാമലമാണ്. സഹോദരങ്ങളെ അല്ലാഹു പറയുകയാണ് അവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യുക, അവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യുക. എന്തിനു വേണ്ടിയാണ് സദഖ ചെയ്യേണ്ടത്? ഉസ്താദേ ഞാൻ ആവശ്യത്തിൽ വെച്ചിരിക്കുന്നതാണ്, വേറെ ആഗ്രഹത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ ഇതിനു വേണ്ടി പൈസ കൊടുത്തത്, സബറുൽ സാഹിബ് കൊടുത്തത്, ഇവിടുത്തെ ജമാഅത്തിന്റെ ആളുകൾ കൊടുത്തത്, ഈ പരിപാടി നടത്താൻ വേണ്ടി ബഹുമാനനായ റഹീം ഉസ്താദും കൂട്ടുകാരും വരുമ്പോ ഉള്ളത് കൊണ്ട് കൊടുത്തതെന്നറിയോ? ഇവിടെ വിളിച്ചു പറയാനല്ല, ആളുകളുടെ മുമ്പിലല്ല. സഹോദരങ്ങളെ എപ്പോഴെടുത്താണ് ഇവിടെ ധനസഹായം കൊടുത്തത്? അത് പടച്ചറപ്പിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളെ സ്തുതിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ഞങ്ങളത് കൊടുത്തതെന്നറിയോ? ഞാൻ പറയുന്നതല്ല, ആവശ്യമുള്ളവർ അല്പം കൊടുത്തിട്ടൊരു സദഖ കൊടുത്ത ആ സദഖയുടെ പ്രതിഫലം എന്താ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ കാണുന്ന ഈ അഹ്മദ് കബീർ എന്ന ഈ നീര് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ആളാണ്. അള്ളാഹ് പറഞ്ഞത് എന്തെന്നറിയോ? അങ്ങനെ നിങ്ങൾക്കൊന്ന് സദഖ കൊടുക്കാൻ കഴിയുമോ? രണ്ട് പ്രതിഫലമാണ് നിങ്ങൾക്ക്. ആ പ്രതിഫലം ദുനിയാവിലല്ല. നാളെ പരലോകത്ത് ചെറുതിന്റെ തറയിൽ കിടന്നിട്ട് നിങ്ങൾ ഉരുകുമ്പോ അന്നത്തെ ബുദ്ധിമുട്ട് അല്ലാഹു നിങ്ങൾക്ക് മാറ്റിത്തരും. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ, അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ.